ഇന്ന് ഞാൻ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഗ്രീൻ പീസ് കറിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലിത് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ശരിക്കും ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഒരു പീസ് പട്ട, അതുപോലെ തന്നെ ഒരു 3-4 ഏലക്ക, ഒരു 3-4 ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 3 ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4-5 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. ഈ ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ തക്കാളി നന്നായിട്ട് അരച്ചെടുക്കണം. അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഇത് അതുപോലെ ഞാൻ ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നന്നായിട്ട് ഒന്ന് അരച്ചിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഒന്നങ്ങ് ഇളക്കി കൊടുക്കാം. അതിൻ്റെ ഒരു ചെറിയ രീതിയിലുള്ള പച്ചമണമൊക്കെ പോകുന്നവരെ ഒന്നങ്ങ് ഇളക്കി കൊടുക്കുക, ഒരു 1-2 മിനിറ്റ്. അതിന് ശേഷം നമുക്കിതിലേക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഗ്രീൻ പീസ് ഞാനിവിടെ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 4 കപ്പ് ഗ്രീൻ പീസാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഗ്രീൻ പീസ് ഒന്നും കൊഴിഞ്ഞു പോകാതെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1-1.5 ടീസ്പൂണോ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അടുത്തോളം ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കാം. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള തക്കാളി പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 3 തക്കാളി നന്നായിട്ട് പേസ്റ്റ് ആക്കിയതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാടായി പോകരുത് ഉപ്പ്. ഗ്രീൻ പീസ് എല്ലാം വേവിക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തുകൊണ്ട് അല്പം മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മളിത് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതൊരു 5 മിനിറ്റോളം ഇങ്ങനെ ഒന്ന് മൂടി വെക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള ഒരു അരിപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 പിടിയോളം അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോഴേക്കും ഗ്രീൻ പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആ ഒരു അരിപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ. തിളയ്ക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ ജാറിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമ്മൾ ലാസ്റ്റായിട്ട് ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. മിക്സാക്കി കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും പണിയുള്ളൂ. നല്ല അടിപൊളി ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെറിയ രീതിയിൽ തിള വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയും പണിയുള്ളൂ. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിത് നല്ല ചൂടുള്ള അപ്പത്തിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണല്ലോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്